നമസ്കാരം, എൽഫസ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെല്ലനാട് പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളോടൊപ്പമാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആയിരുന്നു. KPCCയുടെ ആരാധനായ പ്രസിഡന്റ് ആണ് ഇതിന്റെ ഉദ്ഘാടനമൊക്കെ നടത്തിയത്. എന്തായാലും ശരി, നമ്മുടെ ഈ നാട്ടിലെ നെല്ലനാട് പഞ്ചായത്തിലെ നമ്മുടെ എല്ലാവരും അറിയാവുന്ന ആൾക്കാരാണ് സ്ഥാനാർത്ഥികൾ. അത് ആരൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. വെഞ്ഞാറമൂട് വാർഡിലും നമ്മുടെ പ്രിയപ്പെട്ട ഒരു ആളാണ് നിൽക്കുന്ന ബിനുവേഷ് നായർ. എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ജനങ്ങളോട് ഞങ്ങൾ വളരെ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഈ പഞ്ചായത്തിൽ 18 സ്ഥാനാർത്ഥികളെ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. സാധാരണക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, കാരുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരികയാണ് എങ്കിൽ, വെഞ്ഞാറമൂട് വാർഡിൽ എന്നെ ജനാധിപത്യ വിശ്വാസികൾ തിരഞ്ഞെടുക്കപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് ആശയ്ക്കൊത്ത് പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. വഴിമുട്ടി നിൽക്കുന്ന വികസനങ്ങളെല്ലാം വളരെ ഊർജ്ജസ്വലതയോടുകൂടി ആ വികസനങ്ങൾ കൊണ്ടുവരുവാനും ഒട്ടനവധി വികസനം ഇനിയും എത്തേണ്ട ഒരു പ്രദേശമാണ് വെഞ്ഞാറമൂട് എന്ന് പറയുന്നത്. ജനങ്ങളോട് പറയുവാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, കഴിഞ്ഞ 5 വർഷം നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച. രണ്ട്, കഴിഞ്ഞ 5 വർഷം ആ വാർഡിനെ പ്രതിനിധീകരിച്ച ആ മെമ്പർ ആ വാർഡിൽ ഒരു വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായും ഞാൻ വലിയേട്ടയ്ക്കാൽ വാർഡിൽ 2 പ്രാവശ്യം ജനപ്രതിയായിരുന്നു. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സാധാരണക്കാർ താമസിക്കുന്ന ഒരു വാർഡാണ് മുക്കുന്നൂർ. അവിടുത്തെ സാധാരണക്കാരോടൊപ്പം എന്നും ഉണ്ടാകും. നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ കോട്ടൂന്ന് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ആളാണ് ഞാൻ. കോട്ടൂന്ന് വാർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 കാലഘട്ടങ്ങളിലായി LDFന്റെ കയ്യിലാണ്. അവിടെ വികസന തകർച്ചയേ ഉള്ളൂ. ഞാൻ ജയിക്കുകയാണെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ജനങ്ങളോടൊപ്പം ചേർന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നെല്ലനാട് പഞ്ചായത്തിലെ ഒരു നല്ലൊരു മത്സരം നടക്കുന്ന വാർഡാണ് മണ്ഡപംകുന്ന്, അല്ലേ? അവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിയാണ്. എന്താണ് പറയാനുള്ളത്? മുന്നിൽ നിന്നത് പ്രസാദ് മെമ്പറാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെച്ചത്. അതേപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതുതായി രൂപം കൊണ്ടൊരു വാർഡാണ് വെഞ്ഞാറമൂട് ടൗൺ വാർഡ്. അതിന്റെ UDF സ്ഥാനാർത്ഥിയാണ്. എന്താണ് പറയാനുള്ളത്? ടൗൺ വാർഡിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് അഭിമാനം കൊള്ളുന്നു, നന്ദി അറിയിക്കുന്നു. ഷിജിന നഹാസ്. നാടിന്റെ വികസനത്തോടൊപ്പം അവരിൽ ഒരാളായി നിന്ന് പ്രവർത്തിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഞാൻ നെല്ലനാട് പഞ്ചായത്തിലെ പാലത്ര വാർഡിൽ നിന്ന് മത്സരിക്കുന്ന RN ശോഭയാണ്. അതൊരു പുതിയ വാർഡാണ്. അവിടുത്തെ വികസനങ്ങളും ജനങ്ങളെ ക്ഷേമങ്ങളും എല്ലാം അന്വേഷിച്ച് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാവർക്കുമുള്ള സഹായങ്ങൾ എത്തിക്കുന്നതാണ്. നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡാണ് വലിയേട്ടയ്ക്കൽ വാർഡ്. ഇതുവരെ ഉണ്ടായിരുന്ന നല്ലൊരു വികസനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മുൻ മെമ്പറായ സുധീർ സർ അവിടെ നല്ലൊരു വികസനം ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ എനിക്ക് അതിന്റെ പിന്തുടർച്ചയായിട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. നെല്ലനാട് പഞ്ചായത്തിലെ കിഴായിക്കുളം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് പ്രീതി. പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായാലും അഭിമാനത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മുൻ മെമ്പറും വൈസ് പ്രസിഡന്റുമായ ശ്രീ കിഴായിക്കുളം സോമൻ നല്ലൊരു പങ്ക് നമ്മളെ കിഴായിക്കുളം വാർഡിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് എന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ശ്രീലത. ഞാൻ നെല്ലനാട് പഞ്ചായത്തിലെ മാണിക്യമംഗലം വാർഡ് 10ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. കഴിഞ്ഞ കോൺഗ്രസ് ഭരണസമിതിയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായിട്ടുള്ള ഒരു വാർഡാണ് മാണിക്യമംഗലം. ആ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ്. എല്ലാവരുടെയും വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ നെല്ലനാട് പഞ്ചായത്തിലെ തോട്ടുംപുറം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. എൻ്റെ പേര് MS ഷാജി. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി സേവനമനുഷ്ഠിച്ച ഒരാളാണ്. 10 വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരിക്കുന്ന സമയത്ത് ഞാൻ നടത്തിയ ജനസേവനത്തിൻ്റെയും അതുപോലെ തന്നെ സത്യസന്ധതയുടെയും മുഖമുദ്രയായി ഞാൻ പ്രവർത്തിച്ചതിനുള്ള ഒരു പാരിതോഷികമായിട്ടാണ് പാർട്ടി എനിക്ക് ഇന്ന് ഈ ഒരു സ്ഥാനാർത്ഥിത്വം നൽകിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തോട്ടുംപുറം വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിനും വേണ്ടി ഞാൻ നിലകൊള്ളുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഞാൻ പരമേശ്വരം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. എൻ്റെ പേര് BS പരമേശ്വരൻ എന്നാണ്. ഞാൻ പരമേശ്വരം വാർഡിൽ നിന്നും പരമേശ്വരൻ മത്സരിക്കുന്നു. അത് അടിപൊളിയാണ്. BS പരമേശ്വരൻ എന്നാണ് എൻ്റെ പേര്. കഴിഞ്ഞ 10 വർഷം ഞാൻ ജനപ്രതിനിധിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഭാര്യയായിരുന്നു അവിടുത്തെ ജനപ്രതിനിധി.
നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ വർഷങ്ങളിൽ അവിടെ നടന്നിട്ടുള്ളത്. ജനങ്ങളോടൊപ്പം എപ്പോഴും കാണും. കാവറ വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. എൻ്റെ പേര് അരുൺ എന്നാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, വെഞ്ഞാറമൂടുമായിട്ട് വളരെ ടൗണുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വാർഡാണ് കാവറ വാർഡ്. പക്ഷേ കാവറ വാർഡിന് ഒരു 10-20 വർഷമായിട്ട് വളരെ വികസനത്തിൽ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്രാവശ്യമെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു മാറ്റം ജനങ്ങൾ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരോട് ഒപ്പം നിന്ന് അവരുടേതായ എല്ലാവിധ പ്രശ്നങ്ങൾക്കും മുന്നിൽ തന്നെ ഉണ്ടാവും. ആലന്തറ വാർഡിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത്. എൻ്റെ പേര് സുകേഷ് എസ് കുറുപ്പ് എന്നാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റ് ശ്രീമതി ബീന രാജേന്ദ്രൻ മത്സരിച്ച് വിജയിച്ച വാർഡാണ് ആലന്തറ. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിൽ നടത്തിയിട്ടുണ്ട്. എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ആ വികസനങ്ങളുടെ തുടർ വികസനം ഞാൻ അവിടെ ചെയ്യുന്നതായിരിക്കും. ഒപ്പം അവിടുത്തെ ജനങ്ങളോടൊപ്പം എന്നും എപ്പോഴും ഞാൻ ഉണ്ടാവുമെന്ന് മാത്രം വാക്കുന്നുണ്ട്. മൈലയ്ക്കൽ വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് N രാജീവൻ എന്നാണ്. എനിക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട് ആ വാർഡിൽ നിന്ന് ജയിച്ചു വരാൻ കഴിയുമെന്ന്. ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. അതിനോടൊപ്പം ഞാൻ ആ രീതിയിൽ പ്രവർത്തിക്കും. ഒരു പഞ്ചായത്ത് മെമ്പറത്തിലേക്ക് വോട്ടർമാർ എങ്ങും പോകണ്ട, വോട്ടർമാരെ ഞാൻ പോയി കണ്ടുകൊള്ളും. അവരൊരാവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് മെമ്പറത്തിലേക്ക് നടക്കണ്ട, പഞ്ചായത്ത് മെമ്പർ ജനങ്ങളെ പോയി കണ്ടോളും എന്നാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് MS ബിനു. ഞാൻ നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ മുരൂർക്കോണം വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത്. തീർത്തും അവികസിതമായ ഒരു ഗ്രാമീണ മേഖലയാണ് മുരൂർക്കോണം. അടിസ്ഥാന സൗകര്യത്തിന് മുൻഗണന നൽകിയും അവിടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക്, അതുപോലെ തന്നെ പശു വളർത്തൽ, ആ മേഖലയിൽ പണിയെടുക്കുന്നവർ നിരവധി പേരുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാമനപുരം ബ്ലോക്കിൽ നെല്ലനാട് ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. കഴിഞ്ഞ 20 വർഷക്കാലമായി നെല്ലനാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു പ്രാവശ്യം പോലും തോൽക്കാതെ വിജയിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിനുള്ള കാരണവും ഞാൻ സാധാരണപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ക്ഷേമ വികസന കാരുണ്യ പ്രവർത്തനങ്ങളിൽ അവരോടൊപ്പം അവരിൽ ഒരാളായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവരുടെ എല്ലാ പ്രശ്നത്തിനും ഞാൻ അവരോടൊപ്പം നിന്നതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ട ജനങ്ങൾ എന്നെ വിജയിപ്പിച്ച് 4 പ്രാവശ്യവും ജയിക്കുവാനും എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുവാനും ഉള്ള ഭാഗ്യം തന്നത്. ജനങ്ങൾക്കും ഞാൻ കൂടെ ഒപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ വെഞ്ഞാറമൂട് ഡിവിഷനിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത്. പേര് സന്ധ്യ. വെഞ്ഞാറമൂട് തന്നെയാണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ വെഞ്ഞാറമൂട് വാർഡ് മത്സരിച്ചിരുന്നു. ജയിക്കാൻ പറ്റിയില്ല, കുറഞ്ഞ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ഈ വർഷം ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. വിജയിച്ചാൽ എല്ലാവരോടും ഒപ്പം ഉണ്ടാവും എന്നും ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ വെഞ്ഞാറമൂട് ഡിവിഷനിൽ മത്സരിക്കുവാൻ UDF എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഞാൻ മുമ്പ് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള സ്ഥലമാണ്. അതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് പുല്ലമ്പാറ പഞ്ചായത്ത് മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പുല്ലമ്പാറ പഞ്ചായത്തിലെ പാണയം പോലുള്ള പ്രദേശങ്ങളിൽ അവിടെയുള്ള സാധാരണക്കാരുമായി അവരെ കാണാൻ പോയിരുന്നതാണ്. വലിയ പരിതാപകരമായ അവസ്ഥയാണ് അവർ പറയുന്നത്. ആ പ്രദേശത്തൊന്നും റോഡില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യങ്ങളില്ല, കുടിവെള്ളമില്ല. കുടിവെള്ളം 20 ദിവസത്തിലൊരിക്കലൊക്കെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ വൈദ്യുതിയില്ല. എല്ലാ രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. അതിന് മാറ്റം വരണം എന്നവർ വളരെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മുടെ നാട്ടിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് തൊഴിലുറപ്പുകാർ. ആ തൊഴിലുറപ്പുകാരുടെ വിഷമങ്ങൾ അത് കേൾക്കാൻ പോലും ആരുമില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ആ പഞ്ചായത്തിൽ, അതുപോലെ തന്നെ മാണിക്കൽ പഞ്ചായത്തിൽ, ഇത് 2 LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള അമ്മമാരെയും സഹോദരിമാരെയും, കുടുംബശ്രീയിലുള്ളവരെയും, അതുപോലെ തന്നെ ആശാവർക്കർമാരെ, ഹരിതകർമ്മസേനയെ നിർബന്ധിച്ച് രാഷ്ട്രീയ പരിപാടികൾ പങ്കെടുപ്പിക്കുകയും ആ പരിപാടികൾ പങ്കെടുത്തില്ല എങ്കിൽ അവരെ ഫൈൻ ഈടാക്കുകയും ചെയ്യുന്ന സംവിധാനം വരെ നിലനിൽക്കുന്നു. അതൊക്കെ അവസാനിപ്പിക്കും. ഞങ്ങൾ ഉറപ്പോടുകൂടിയാണ് പറയുന്നത്. അതൊക്കെ അവസാനിപ്പിച്ചിട്ടുകൊണ്ട് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പഞ്ചായത്തിലെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള പഞ്ചായത്ത് ഭരണസമിതികളായി മാണിക്കൽ പഞ്ചായത്തും പുല്ലമ്പാറ പഞ്ചായത്തും അതിനുദാഹരണമാണ് നെല്ലനാട് പഞ്ചായത്ത്. നെല്ലനാട് പഞ്ചായത്തിൻ്റെ കൈകളിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഭരണം പോകാതിരിക്കുന്നതിന് കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കർശനമായി അവർ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ അവിടെയുള്ള വീടുകൾ, ചോർന്നൊലിക്കുന്ന വീടുകളുള്ള പ്രദേശമാണ്.
അത് നോക്കുകയാണെങ്കിൽ മാണിക്കൽ പഞ്ചായത്തിൽ അത്രയും ദുരിതമില്ല. ഏറ്റവും കൂടുതൽ ചോർന്നൊരു വാസയോഗ്യമല്ലാത്ത വീടുകളുള്ള പഞ്ചായത്ത്, ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകൾ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല. അതുപോലെ ഞാനും ശ്രീമതി രമണി പി നായരും എച്ച് എ ഷറഫും ഒക്കെ ഒരേ കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിരുന്നതാണ്. ആ കാലഘട്ടത്തിലാണ് വെഞ്ഞാറമൂട് ഞങ്ങളുടെ 3 പേരുടെയും ഫണ്ട് ഉപയോഗിച്ച് അവിടെ വൃദ്ധരായ, കഷ്ടത അനുഭവിക്കുന്ന നിരാലംബരായ ആളുകളെ താമസിപ്പിക്കുന്നതിനുള്ള അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത്. അതിനെ പൂർണ്ണമായി പിന്നീട് വന്ന ജില്ലാ പഞ്ചായത്ത് ഭരണസമിതികൾ നശിപ്പിച്ചു കളഞ്ഞു. അതൊക്കെ ഞങ്ങൾ പുനഃസ്ഥാപിക്കും. പ്രായമായ ആളുകളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കും. അതുപോലെ മാണിക്കലിന് ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. കായിക രംഗത്ത് ഇന്ത്യയിൽ പോലും ശ്രദ്ധ പിടിച്ചു പറ്റിയ പഞ്ചായത്താണ് മാണിക്കൽ. സ്റ്റാർ ഓഫ് ഇന്ത്യയായ ഒരുപാട് ബാഡ്മിൻ്റൺ താരങ്ങളുള്ള ഒരു പ്രദേശമാണ് മാണിക്കൽ. അതുപോലെ തന്നെ നീന്തലിൽ ഏഷ്യാഡ് താരങ്ങളെ സൃഷ്ടിച്ച പഞ്ചായത്താണ് മാണിക്കൽ. പക്ഷെ അവരെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നതിനോ സംരക്ഷിക്കുന്നതിനോ കഴിയുന്നില്ല. ഇതിനൊക്കെ മാറ്റങ്ങൾ മാണിക്കൽ പഞ്ചായത്ത് ഉണ്ടാക്കും. അതായത് ഒരുപാട് പൊതുസ്ഥലങ്ങളുണ്ട്. ഈ പഞ്ചായത്തുകളുടെ കീഴിൽ 1 ഏക്കറും 2 ഏക്കറും ഒക്കെ വരുന്ന ഒത്തിരി സ്ഥലങ്ങൾ വിജനമായി കിടക്കുകയാണ്. ആ പ്രദേശങ്ങൾ ഉപയോഗപ്രദമായ രീതിയിൽ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സർക്കാരുമായി യോജിച്ച് ചെയ്യാൻ പറ്റും. ത്രിതല പഞ്ചായത്തുകൾ ചേർന്ന് അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കഴിയും. UDF അധികാരത്തിൽ വന്നാൽ. ഞാൻ തീർത്തു പറയുന്നു, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് UDFൻ്റെ കയ്യിലും ഈ പഞ്ചായത്തുകൾ കോൺഗ്രസിൻ്റെ കയ്യിലും. ഇവിടെ വളരെ മിടുക്കിയായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നെല്ലനാട് 5 വർഷം ഇരുന്നതാണ്. വളരെ കാലം ജനപ്രതിനിധിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുകയാണ്. ആ ബ്ലോക്ക് പഞ്ചായത്തും കോൺഗ്രസിൻ്റെ കൈകളിൽ വന്നാൽ, UDFൻ്റെ കൈകളിൽ വന്നാൽ ഇതിനെ യോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികൾ, കായിക രംഗത്ത് നിൽക്കുന്ന കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശക്തമായ പൊളിറ്റിക്കലായി സാധാരണക്കാരുടെ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ടുള്ള ഒരു ഭരണസമിതികളായിരിക്കും ഈ പഞ്ചായത്ത് സമിതികളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും. അത് ഞങ്ങൾ ആ തരത്തിൽ കൊണ്ടുപോകും. സാധാരണ ആളുകളുടെ വിഷയങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും. അത് മാത്രമാണ് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കുവാനുള്ള ഉറപ്പ്. അല്ലാതെ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ വിലക്കയറ്റം വളരെ കൂടിയിട്ടില്ലേ? 200 രൂപയോ 300 രൂപയോ പെൻഷൻ കൂട്ടിക്കൊടുത്തത് കൊണ്ട് പരിഹരിക്കുന്ന വിഷയങ്ങളല്ല നമ്മുടെ നാട്ടിലുള്ളത്. ആ വിഷയങ്ങൾ നമുക്ക് മാറ്റം വരുത്തണം. ഏറ്റവും കൂടുതൽ അതുപോലെ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. റോഡുകൾ നിങ്ങൾ കാണുന്നില്ലേ? റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നു. ഗ്രാമപ്രദേശത്തെ റോഡുകൾ പൂർണ്ണമായും പൊളിഞ്ഞു കിടക്കുന്നു. അത് ഏത് പഞ്ചായത്ത് എടുത്താലും അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് സാധാരണ ജനത്തിന് മനസ്സിലാകുന്നില്ല. റോഡുകൾ ചെയ്യാൻ കഴിയുന്നില്ല. സർക്കാർ പഞ്ചായത്തിൻ്റെ ഫണ്ട് തിരിച്ചെടുക്കുന്നു. അതുപോലെ കുടിവെള്ള പദ്ധതിയുടെ പേര് പറഞ്ഞുകൊണ്ട് റോഡുകൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് നികത്തുന്നതിനോ അവിടെ ഗതാഗത യോഗ്യമാക്കുന്നതിനോ തയ്യാറാകുന്നില്ല. എന്തിനാ ഒരു പഞ്ചായത്ത് ഭരണസമിതി അധികാരം താഴെത്തട്ടിൽ കൊടുക്കുമ്പോൾ ആ പ്രദേശത്തിലുള്ള നാട്ടുകാരുടെ വികാരം മനസ്സിലാക്കി അത് പ്രവർത്തിക്കുന്നതിനാണ് അന്ന് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അധികാര വികേന്ദ്രീകരണത്തിലൂടെ ഫണ്ട് താഴെത്തട്ടിൽ എത്തിക്കുന്നതിന് അവസരം കൊടുത്തത്. ആ ഫണ്ട് തിരിച്ചെടുക്കുന്നതിനാണ് കഴിഞ്ഞ 10 വർഷമായി LDF ഗവൺമെൻറ് ചെയ്യുന്നത്. ഇതിനൊക്കെ അറുതി വരുത്തുന്നതിനുള്ള പദ്ധതികളുമായി UDFൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും നേതൃത്വം കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് നൽകാൻ. ഇത് ധന്യ ടാക്സിൽ മാത്രം ലഭിക്കും. ശരിയണ്ണ, ഇനിയും വരാം.